എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് കടല മിഠായിയാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ് ഇത്. ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അരക്കപ്പ് കടല, ആവശ്യത്തിന് വെള്ളവും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഞാൻ കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് അടുത്ത് തന്നെ ഇതൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് റെഡിയായി വരാനായിട്ടുണ്ട്. അത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇനി 100 ഗ്രാം കടലയാണ് എടുക്കുന്നതെങ്കിൽ 150 വെള്ളമാണ് വേണ്ടത്. അത് പൊടിച്ച് അല്പം വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം. ഈ കടലയുടെ തൊലിയൊക്കെ പോക്കി വൃത്തിയാക്കിയെടുത്ത് വെള്ളം ഉരുക്കി അരിച്ചെടുത്തതാണ് ഇത്. ഇനി ആ പാത്രത്തിൽ തന്നെ ആയ വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഈ കടല വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ് പാറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ 2 പുളപ്പായിട്ടാണ് വേണ്ടത്. ഒരു പൊടി പോലും ഇല്ലാതെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഉരുക്കി റെഡിയാക്കിയെടുക്കാം. ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിച്ച് കൊടുത്താൽ കലങ്ങിപ്പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് കലങ്ങിപ്പോയിട്ടുണ്ട്. ഇത് റെഡിയായിട്ടില്ല. നമുക്ക് എന്നും അത് പാകമാകുന്നവരെ ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി വെള്ളത്തിൽ ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതും റെഡിയായിട്ടില്ല. ഇതും ആയിട്ടില്ല. ഇപ്പോഴാണിത് ഉരുണ്ട് വന്ന് രസം കൂടി ഒരു ഉറപ്പ് കൂടുതൽ വേണം. ഉരുണ്ട് വന്നാൽ പോരാ, ഉരുണ്ട് വന്നാൽ കൈമേൽ പറ്റി പിടിക്കരുത്. ഒന്നും കൂടി ഒരു ഉറപ്പ് കൂടുതൽ വേണം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ട്. അതാണ് നല്ല ഉറപ്പായി വന്നിട്ടുണ്ട്. ഇനി ഈ പരുവത്തിന് നമുക്ക് അതിലേക്ക് കടലക്ക ചെരിഞ്ഞു കൊടുക്കാം. ഇതാണ് പൊട്ടിക്കുമ്പോൾ നല്ലവണ്ണം പൊട്ടുന്നുണ്ട്. അധികം ഉറപ്പ് കൂടിപ്പോൾ അന്നേരം കടിച്ചാൽ പൊട്ടൂല. ഈ കടല ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുത്ത് നമുക്കൊന്ന് ചേർത്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ വെള്ളം രുചി മാറിപ്പോവും കരിഞ്ഞിട്ട്. ഇനി നമുക്കിത് ചേർത്തെടുത്ത് ഇത് ഒരു ബട്ടർ പേപ്പറിൽ ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നെയ്യ് തടവിയാലും മതി, എന്തായാലുമേ ഇല്ല. ഒരു പാത്രത്തിലോ എന്തെങ്കിലും ഒരു പലകയുടെ മുകളിലോ വൃത്തിയുള്ള അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ എന്തെങ്കിലും നെയ്യ് തടവി വെച്ച് നമുക്കിത് നല്ലവണ്ണം മിനുസാക്കി ഷേപ്പാക്കി എടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കത്തി കൊണ്ട് തടവി കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം. ഞാൻ ചപ്പാത്തി കോലൊന്നും കൊണ്ടല്ല തടവി, ഈ കത്തി കൊണ്ട് തന്നെ തടവി കൊടുത്ത് ഇനി നമുക്ക് വര വെച്ച് കൊടുക്കാം. മുറിച്ച് ഉണങ്ങുമ്പോൾ ഒന്ന് ആറിയിട്ട് പൊട്ടിച്ചിങ് എടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം തണുത്തിട്ടില്ല, ചൂടോടെ തന്നെ മുറിച്ച് വെക്കണം. ഇത് മുറിച്ച് ഷേപ്പൊക്കെ ആക്കിയെടുത്തതാണ് ഞാൻ. 4 വരെയുള്ളതിലൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ വേറെ വെച്ച്. ഇനി ഇത് നമുക്ക് നടുവിന്ന് നല്ലവണ്ണം തണുത്തിട്ടില്ല, മുൻമേ തന്നെ കത്തി കൊണ്ട് മുറിച്ച് വെക്കണം. എന്നാലാണ് നമ്മൾ ചൂട് തണിഞ്ഞാൽ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ആറിപ്പോയാൽ പിന്നെ മുറിക്കാനൊന്നും പറ്റുകയില്ല, ഭയങ്കര ഉറപ്പായിരിക്കും. ഇതെല്ലാം അധികം ചൂട് തണിയുന്നതിൻ്റെ മുന്നേ തന്നെ ചെയ്യണം. ഇത് അതിൻ്റെ ബാക്കും 4 സൈഡും ഒക്കെ മുറിച്ച് മാറ്റിയതാണ്. എന്നിട്ട് നടു മുറിച്ച് മാറ്റിയെടുത്ത് വെച്ചതാണിത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വലുതാക്കിയിട്ട് വേണമെങ്കിൽ വലുതാക്കിയിട്ട് മുറിക്കാം, ചെറുത് കഷ്ണമാണെങ്കിൽ ചെറുതാക്കി മുറിക്കാം, ഇതേത് സൈസിലും മുറിക്കാം. ഇത് വീട്ടിൽ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിൽ നല്ലത് ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണ്. ഇനി ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും വരെ ബൈ.